വെൽക്കം ടു മൈ വീഡിയോ ലോഗ്. സോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഗിംബലായിരുന്നു DJI Osmo Mobile 7 എന്നുള്ളത്. ഏകദേശം 85 പൗണ്ട്സിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ങിച്ച ഗിംബലാണിത്. ഇറ്റ്സ് വർക്കിംഗ് വെരി വെൽ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. അത് DJIയുടെ Osmo Pocket 3 ആണ്. ഏകദേശം 499 പൗണ്ട്സ് ഓഫർ റേറ്റിൽ വരുന്ന ക്യാമറയാണ് ഇത്. എനിക്കതിലും എമൗണ്ട് താഴെയാണ് കിട്ടിയത്. വിരി എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു ക്രിയേറ്റർ കോംബോ ആണ്. നോർമലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 699 പൗണ്ട്സ് ആണ് ക്രിയേറ്റർ കോംബോയ്ക്ക്. നോർമൽ റെഗുലർ ഇതുകൊണ്ട് DJI Osmo Pocket 3 നോർമൽ അതിന് ഏകദേശം 499 പൗണ്ടാണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് അതിലും താഴെയുള്ള പ്രൈസിനാണ് ഈ ക്രിയേറ്റർ കോംബോ. ഓഫർ റേറ്റിന് കിട്ടിയതാണ്. യൂട്യൂബ് ചാനൽസിൻ്റെ ആവശ്യത്തിനായിട്ടും ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനോ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ ക്രിയേറ്റർ കോംബോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂസർ റിവ്യൂവിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. സോ ഞാനിതിനൊരു ടാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് ഓൺ ആക്കേണ്ടത് ജസ്റ്റ് ടിൽറ്റ് ചെയ്യുക. ജസ്റ്റ് ടിൽറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ക്യാമറ ഓൺ ആകും. ഓർ എൽസ് നമുക്ക് ഇവിടെ ഒരു ഓറഞ്ച് കളർ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകും. നമുക്ക് ഡയറക്റ്റ് പോർട്രേറ്റ് വീഡിയോയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓർ എൽസ് നമുക്ക് ലാൻഡ്സ്കേപ്പ് വീഡിയോയിൽ വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഞാനിപ്പോൾ സെറ്റിങ്സ് ചെയ്ത് വെച്ചേക്കുന്നത് ലാസ്റ്റ് എങ്ങനെയാണോ ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ് ഇരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും വരുന്നത്. ഇതിപ്പോൾ ഓഫ് ആകാൻ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഓർലെസ് ഇങ്ങനെ നേരെ വന്നു കഴിയുമ്പം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡിൽ തന്നെ പോകുന്നതായിരിക്കും. ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇതിന് മെയിനായിട്ട് 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. നമ്മുടെ DJI ഡ്രോണുകളിൽ വരുന്ന Air3s'ൽ വരുന്ന സെയിം സെൻസറാണ് ഇവിടെയും വരുന്നത്. സോ ഏകദേശം 1,30,000 റുപ്പീസിൻ്റെ ഡ്രോണിൽ വരുന്ന സെയിം വിഷ്വൽ ക്വാളിറ്റിയിൽ നമുക്കിവിടെ ഈ ചെറിയ പോക്കറ്റ് 3യിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ഇതൊരു Osmo 2നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ലാൻഡ്സ്കേപ്പിലും എടുക്കാം. ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് പോർട്രേറ്റിലോട്ട് വേണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക, അപ്പം പോർട്രേറ്റിലോട്ടും പോകും. ആൻഡ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് അത്യാവശ്യം നല്ല സെൻസിബിളാണ്. നമ്മുടെ മൂവ്മെൻറ്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ഗ്രിപ്പ് വരുന്നുണ്ട്. ഈ ഗ്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് അഡീഷണൽ നമുക്ക് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ can see that ഒരു USB Type-C പോർട്ട് ഉണ്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ അഡീഷണൽ ആയിട്ട് ഇൻ കേസ് ഞാൻ വാങ്ങിയേക്കുന്നത് ഒരു ക്രിയേറ്റർ കോംബോ ആണ്. സോ അതിൻ്റെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയേക്കുന്നത് ഈ ഒരു ബാറ്ററി പാക്ക് പ്ലസ് ഗ്രിപ്പാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ചാർജ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏകദേശം ഹാൻഡിലിൽ 92% ചാർജ് ഉണ്ട്. ആൻഡ് ഓൾസോ അഡീഷണൽ നമുക്കൊരു കേബിൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഇത് ബാക്ക് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സാംസങ്ങിൻ്റെ പവർ ബാങ്ക് ആണ് ഇത് ചാർജ് ആകുന്നത് ആയിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്കൊരു ട്രൈപോഡ് വെക്കാനുള്ള ഒരു പോർഷൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. സോ ഞാൻ മെയിൻലി ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചാർജ് Osmo Pocket 3 ചാർജ് തീർന്നാലും ഇതിൽ നിന്നുള്ള ചാർജ് ഇത് ആവും. അപ്പോൾ 100% ആകുമ്പോൾ ഞാൻ ഇത് ഊരിയിട്ട് ഇത് ചാർജ് ചെയ്യാൻ വെക്കും. എന്നിട്ട് ഇതെടുത്ത് കണക്ട് ചെയ്യും. അപ്പം നമുക്കൊരു 1 ഡേ നമ്മളിപ്പം പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 to 4 hours ഫുട്ടേജ് നമുക്കിതിൽ നിന്നും നമ്മുടെ ബാറ്ററി ബാക്കിൻ്റെ പവറിൽ നിന്നും കൂടെ എല്ലാം കൂടെ ടോട്ടലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് വരുന്നുണ്ട്. മൈക്ക് DJIയുടെ മൈക്ക് 2 ആണ്. ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് വൺ. സോ അതിൻ്റെ കൂടെ കിട്ടുന്ന ഫറാണിത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇത് വെക്കുവാണെങ്കിൽ വിൻഡി ആയിട്ടുള്ള കണ്ടീഷനിൽ
നല്ല ഓഡിയോ ക്വാളിറ്റി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ചാണ്, അപ്പോൾ മാക്സിമം ലൈറ്റ് ഇത് ക്യാപ്ചർ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള വിഷ്വൽസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പൗച്ചാണ് ഈ പൗച്ച്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഹാർഡ് കേസ് വരുന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ DJI Osmo Pocket 3 അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആക്സിസ് ഗിംബലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് വാട്ടറിലോ അല്ലെങ്കിൽ ഡസ്റ്റിലോ ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കപ്പം വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഷോട്ട് എടുക്കണമെങ്കിൽ ഇതിൽ വെള്ളമൊന്നും വീഴാതെ നമ്മൾ സൂക്ഷിക്കണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ കൂടെ നമുക്കൊരു 0.75x ഒരു വൈഡ് ആംഗിൾ ലെൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് വെച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു വൈഡ് ആംഗിൾ വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു ഹാർഡ് കേസാണ്. അതിനകത്ത് തന്നെ നമുക്ക് ഇത് ഓഫ് ആക്കിയിട്ട് ഈ ഒരു ഹാർഡ് കേസിനകത്ത് നമ്മൾ വെക്കണം. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ND ഫിൽറ്റേഴ്സ്, ഒരു ND ഫിൽറ്റർ നമുക്ക് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതാണ് ഈ ഹാർഡ് കേസിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് വരുന്നുണ്ട്, DJIയുടെ തന്നെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് നമുക്ക് നമ്മുടെ പോക്കറ്റ് 3 വെക്കാം. ഇവിടെ നമുക്ക് ബാറ്ററി കേസും അഡീഷണൽ വരുന്ന കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ വെക്കാൻ സാധിക്കും. ഈ ഫറും അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാം. എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കൺജസ്റ്റഡ് ആവും. ഒരു കേസ് അഡീഷണൽ വാങ്ങുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പം വാങ്ങിച്ചേക്കുന്നത് സാംസങ്ങിൻ്റെ ഒരു മൈക്രോ SD കാർഡാണ്. ഏകദേശം 512 GB ഫയൽ സൈസ് വരുന്ന ഒരു മൈക്രോ SD കാർഡാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K 60 FPS നമുക്ക് ഏകദേശം 9 hours and 52 minutes, റഫ്ലി അറൗണ്ട് 10 hours നമുക്ക് വീഡിയോ ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഒരു 64 GBയുടെയോ അല്ലെങ്കിൽ ഒരു 128 GBയുടെയോ ഫയൽ സൈസ് ഉള്ള ഒരു മെമ്മറി കാർഡ്, മൈക്രോ SD കാർഡ് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടാബിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്കോ ഡേറ്റാസ് ഇടയ്ക്ക് മൂവ് ചെയ്യേണ്ടി വരും. കോപ്പി ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് മൂവ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് സ്റ്റോറേജ് എപ്പോഴും സേവ് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K 60 FPS ഏകദേശം നല്ല രീതിയിൽ സ്റ്റോറേജ് എടുക്കുന്നുണ്ട്. ഇപ്പം 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ മോർ ദാൻ 1.5 GB അല്ലെങ്കിൽ ക്ലോസ്ലി 2 GB അടുത്ത് ഫയൽ സൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹയർ സൈസ് ആയിട്ടുള്ള ഒരു 256 GBയോ അല്ലെങ്കിൽ ഒരു 512 GBയുടെയോ മെമ്മറി കാർഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഏകദേശം 4K 60 FPS മൊബൈലിലെ 4K 60 FPS മൊബൈലിലെ ക്വാളിറ്റിയും ഇതിലെ പോക്കറ്റ് 3യിലെ ക്വാളിറ്റിയിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ S25 Ultraയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഈ പോക്കറ്റ് 3യിൽ ഷൂട്ട് ചെയ്യുന്നതിലും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. 1 ഇഞ്ച് സെൻസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. അപ്പം ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. സോ നിങ്ങളിത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. അതാണ് ഇൻഡോർ കണ്ടീഷനിൽ ഇത് പെർഫോം ചെയ്യുന്നത്. പകലുള്ള സമയത്താണ്. നമുക്ക് ഔട്ട്ഡോറിലോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, അപ്പം ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയാണ്. ഐ ആം റിയലി ഇംപ്രസ്ഡ് അബൌട്ട് ദ ക്വാളിറ്റി. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പോലും ലൈറ്റിങ്ങിൽ ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്.